നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ശിവപുരാണം പഞ്ചാക്ഷര മാഹാത്മ്യം കിളിപ്പാട്ട് ഭാഗം 1. വാരണാവദനനും വാണിയും വിരിഞ്ചനും കാരണപൂരുഷനാം കാർമുകിൽ വർണ്ണൻ താനും മാരവൈരിയും ദേവി മാമല മകൾ താനും വാരിജാതിവാസയാമിന്ദിരാദേവി താനും വ്യാസനും വാൽമീകിയും ഭൂസുര ശ്രേഷ്ഠന്മാരും വാസവൻ താനും പിന്നെ വാനവർ കദംബവും ശാസിതാവായ ഗുരുനാഥനും മമ ഹൃദി ഭാസനം ചെയ്തിടേണം ഞാനിതാ വണങ്ങുന്നേൻ. ശൈവമാം പുരാണത്തിൻ കീർത്തനം ചെയ്തിടുവാൻ ദൈവകാരുണ്യാമൃതം സർവദാ ഭവിക്കേണം. നിങ്കഴലിണ പടിഞ്ഞാസ്തയാ വസിക്കുന്നോർ എങ്കൽ നിൻ കനിവനുവാസരം വിളങ്ങേണം. നിൻ കൃപാസുധാരസം കൊണ്ടുമേ മനക്കാമ്പി ലങ്കുരിക്കേണം സൂക്തിബന്ധമാം കൽപദ്രുമം. എങ്കിലോ മനോജ്ഞമാം നൈമിഷാരണ്യം തന്നിൽ ശങ്കരം ശിവങ്കരം ശാശ്വതം മഹാപദം പങ്കസങ്കരം വെടിഞ്ഞുള്ളൊരു ഹൃദന്തരം പങ്കജേ നിരീക്ഷണം ചെയ്തുകൊണ്ടനാരദം സൽക്കഥാമൃതങ്ങളെ കേട്ടുകൊണ്ടകാമ്പിൽ ഉൾക്കട പ്രസന്നത സാന്ദ്രരാം മുനീന്ദ്രന്മാർ വീതസംശയം പുരാണങ്ങളെ കഥിക്കുന്ന സൂതനോടരുൾ ചെയ്താരേ ഗതാമോദത്തോടെ ചൊൽഗടോ മഹാമതേ ശൈവമാം കഥാമൃതം ശോകനാശനം മനോമോഹനം മഹാരസം. ലോകനായകൻ ശിവൻ നിർമ്മലൻ നിരഞ്ജനൻ ലോകവാസികളുടെ ചൈതന്യ പ്രകാശകൻ. ഏതൊരു കർമ്മം ചെയ്താൽ ഈശ്വരൻ പ്രസാദിക്കും ചേതസി വസിപ്പാനെന്തുപായമെന്നതും തന്തിരുവടിയുടെ സേവന പ്രകാരത്തിനെന്തുപോലെളുപ്പമെന്നുള്ളതും പറകനീ. നാമകീർത്തനം ധ്യാനം അർച്ചനം പ്രദക്ഷിണം സോമശേഖര പ്രീതി കാരണമിവയെല്ലാം എന്നതിൽ ശതഗുണം നന്നുപോലുമാപതി തന്നുടെ കഥാമൃതം കേൾക്കയും കഥിക്കയും എന്നതു നിമിത്തമായി ചൊൽകനീയടോ സൂത കന്നിന്മാനിനി കണവൻ കഥാപീയൂഷങ്ങൾ എന്നതു കേട്ടു മഹാബുദ്ധിമാനായ സൂതൻ വന്ദനം ചെയ്തു ഭക്ത്യാ ചൊല്ലിനാൻ പുരാതനം. മാമുനി ശ്രേഷ്ഠന്മാരെ കേട്ടരുളേണം നിങ്ങൾ വാമദേവന്റെ കഥാവിസ്താരം മഹത്തരം. മിക്കതും പ്രളയാന്തത്തോളമേ പറഞ്ഞാലും ഇക്കഥാ മാഹാത്മ്യങ്ങൾക്കില്ല പോലവസാനം. ഇന്ദ്രനായതും ശിവൻ ചന്ദ്രനായതും ശിവൻ ഇന്ദ്രിയാർത്ഥങ്ങളായി കാണുന്നതെല്ലാം ശിവൻ. ബ്രഹ്മനായതും ശിവൻ വിഷ്ണുവായതും ശിവൻ ബ്രഹ്മവാദികൾക്കേതും ഭേദമില്ലെന്നറിഞ്ഞാലും ആർത്തരക്ഷണം ചെയ്വനാസ്തയാ മഹാദേവൻ മൂർത്തിഭേദത്തെ ചെയ്തു മൂന്നായി വിളങ്ങുന്നു. ഈശ്വരപ്രസാദത്തിനാദികാരണം ചൊല്ലാം ഈശ്വര വിശ്വാസവും ഭക്തിയും വിനീതിയും ശ്രദ്ധയാ ചെയ്തിടുന്ന കാര്യങ്ങൾ സിദ്ധിച്ചിടും. ബുദ്ധിമാന്മാരാം നിങ്ങൾക്കുണ്ടല്ലോ പരമാർത്ഥം. കൃത്തിവാസസാം ദേവൻ സത്വരം പ്രസാദിപ്പാനുത്തമം ജപയജ്ഞമെന്നു ഞാൻ കേട്ടിരിപ്പു. മന്ത്രസേവ കൊണ്ടീശൻ സത്വരം പ്രസാദിക്കും. മന്ത്രസഞ്ചയങ്ങളിൽ നല്ലതു പഞ്ചാക്ഷരം. വിശ്രുതം ഹരിദ്വാരം കാശിയും പ്രയാഗയും ശാശ്വതം രാമേശ്വരം ഗോകർണം മഹാകാളം കാളഹസ്തിയും കുംഭകോണവും ചിദംബരം നീളവേ പ്രസിദ്ധമാ ദക്ഷിണ കൈലാസവും. ഇത്തരം മഹാക്ഷേത്രം മന്ത്രയജ്ഞത്തെ ചെയ്യുവാനുത്തമം. പിന്നെ തൻ്റെ പത്തനം പോരും താനും ഭൂമിദേവന്മാരുടെ പാദരേണുക്കൾ തട്ടും. ഗ്രാമവും ദേശങ്ങളും എത്രയും മുഖ്യം തന്നെ. വേദിയന്മാരിൽ ഭക്തിയുള്ളവർക്കധികാരം വേദതുല്യമാം പഞ്ചാക്ഷരത്തെ ജപിപ്പാനും
വിപ്രസത്തമന്മാരെ സേവിക്കുമവർക്കുടൻ സുപ്രസന്നനാം ദേവൻ ദേവനന്ദിതൻ ശിവൻ. ആരണന്മാരെ കണ്ടാലപ്പോഴേ വണങ്ങുന്നോർ ആരംഭിച്ചതു സർവം സർവദാ സാധിച്ചിടും. ബ്രാഹ്മണപ്രിയന്മാർക്കിൻ മന്ത്രസേവനം ചെയ്താൽ ബ്രഹ്മമാം പ്രബോധവും സാധിക്കും കാമങ്ങളും. മന്ത്രമാഹാത്മ്യങ്ങളെ ബോധിപ്പാനിതിഹാസം ഹന്തജാനുര ചെയ്യാം കേട്ടരുളേണം നിങ്ങൾ. ദശാർഹന്റെ കഥ. പണ്ടുപോൽ മധുര എന്നുള്ളൊരു പുരം തന്നിലുണ്ടായി ദശാർഹൻ എന്നിങ്ങനെയൊരു നൃപൻ. വിത്തവാൻ വിനീതമാൻ വിശ്രുതൻ വിചക്ഷണൻ വിത്തനായ കോപമൻ വിദ്യയാ വിശാരദൻ. സുന്ദരൻ സുമാനുഷൻ സുന്ദരി മനോഹരൻ സുന്ദരാനനൻ സുഖസൂക്തി മാധുരീയകൻ. ശസ്ത്രശാസ്ത്രജ്ഞൻ വീരൻ ശത്രുമണ്ഡലീകാലൻ മിത്രലക്ഷണവ്രതൻ മിത്രസന്നിഭപ്രഭൻ. ധർമ്മവാൻ ദയാപരൻ ധന്യനുന്നതാകാരൻ നിർമ്മലൻ മഹാദാനം ചെയ്തവൻ മഹാരഥൻ. സർവദാ മനോഹരൻ സർവസമ്പദാം നിധി സർവകാമദൻ യദുനായകൻ മഹാമതി. ഇങ്ങിനെ പ്രസിദ്ധമാം ദാശാർഹ ക്ഷമാപതി മംഗലാംഗിയാം കാശിരാജ കന്യയെ വേട്ടു. കന്യകാ കലാവതി എന്നു പേരായുള്ളവൾ മന്നിടം പുകഴ്ന്നൊരു ചാരു സൗന്ദര്യത്തോടെ ധന്യനാം നൃപൻ തന്റെ ചാരുരൂപിണിയായി സന്നദ്ധാംഗിമാർമണി തൻ ഗൃഹേ വാഴും കാലം. ഏകദാ മുദാ നൃപൻ തന്നുടെ മണിഗൃഹേ ലോകസുന്ദരാംഗിയോടൊന്നിച്ചു നിശാമുഖേ കാമലീലകൾ തുടർന്നിടുവാനാരംഭിച്ചു. കാമിനി മണിയാളെ വിളിച്ചു പതുക്കവേ. മന്ദഹാസിനി നിന്റെ ലജ്ജയന്തിതു നേരം മന്മഥ ശരമേറ്റു മന്മനം തളരുന്നു. മന്മനോരഥം സാധിപ്പിക്ക നീ കലാവതി. ഇത്തരം പലതരം പ്രാർത്ഥിച്ചു പറഞ്ഞതീ നുത്തരം പറയാതെ മത്തകാശിനി നിന്നാൾ. ചാരവേ വരികെന്നു ഭൂപതി വിളിക്കുമ്പോൾ ദൂരവേ വാങ്ങി വാങ്ങി നിന്നിതു കലാവതി. പഞ്ചബാണന്റെ ബാണസഞ്ചയമേറ്റു നൃപൻ ചഞ്ചല ഹൃദയനായുത്ഥാനം ചെയ്തു മെല്ലെ. സന്നിധൗ ചെന്നു പാണി പിടിപ്പാൻ തുടർന്നപ്പോൾ കന്നൽ നേർമിഴിയാളും ചൊല്ലിനാൾ വിരവോടെ. സാഹസം ചെയ്തിടല്ല ഭൂപതേ മഹാമതേ മോഹപാരവശ്യങ്ങളിങ്ങനെ കാട്ടിയിടൊല്ല. ബുദ്ധിമാനല്ലോ ഭവാൻ എന്തിതു ബോധിക്കാത്തു ബുദ്ധിമുട്ടിച്ചിടുക യോഗ്യമോ നരപതേ. രണ്ടുപേരൊരുമിച്ചു തങ്ങളിൽ വിനോദിപ്പാൻ രണ്ടുപേരുടെ മനസ്സൊന്നായേ സുഖമുള്ളൂ. ഒന്നുമേ നിർബന്ധിച്ചു വന്നതു സുഖമല്ല. മന്നവ ശിഖാമണേ അങ്ങു പോയിരുന്നാലും സംഗമാഗ്രഹമെനിക്കുണ്ടാകും നേരത്തു ഞാൻ അങ്ങു വന്നനുകൂല ക്രീഡകൾ ചെയ്തിടുവൻ. രാഘവും വിരക്തിയും തങ്ങളിലൊരേടത്തു യോഗമുണ്ടായാലതീനേതുമേ ശോഭയില്ല. തപ്തമാം സുവർണവും ശീതമാം സുവർണവും യുക്തമാക്കുവാൻ പണി പാരമെന്നറിഞ്ഞാലും. രോഗിണി രജസ്വല ഗർഭിണി ധൃതപുത്ര രാഗവർജിത വൃഷലജ്ജിത ഭയാതുര ഇത്തരമേഴുവിധം സ്ത്രീജനങ്ങളെ ചെന്നു സത്വരം പരിഗ്രഹിച്ചിടുക യോഗ്യമല്ല. പുഷ്പസൗരഭ്യം പോലെ മാർദ്ധവം വരുത്തിക്കൊണ്ടുൽപ്പലാക്ഷികളുടെ ലാളനം ചെയ്തിടണം. ആദികാലമേ ചെന്നു സാഹസം പ്രവർത്തിച്ചാൽ ഖേദമുണ്ടാകും ബാലസ്ത്രീകൾക്കു ധരിക്ക നീ. അത്രയല്ലടോ രാജൻ ആകവേ പുരുഷന്മാരിത്ര ദുസ്സഹന്മാരെന്നോർത്തുപോം തരുണിമാർ. സംഗമം മഹാരസമെന്നുള്ള ബോധത്തിനു ഭംഗമുണ്ടാകുമൊരു സാഹസം നിമിത്തമായി. അങ്കലാളനം കൊണ്ടും ഇഷ്ടദാനങ്ങൾ കൊണ്ടും
മംഗമാരുടെ മനോരഞ്ജനം വരുത്തുമ്പോൾ പങ്കജായുധ ക്രീഡാ കൗതുകമവർക്കുണ്ടാം. അങ്കുരിച്ചിടുമതു ലാളിച്ചു വളർത്തേണം. നല്ല വാക്കുകൾ കൊണ്ടു നനച്ചു തണുപ്പിച്ചു വല്ലഭൻ സുഭകനെന്നുള്ളതു തോന്നിക്കേണം. മെല്ലവേ വശത്തായി തീരുമക്കാലം. പിന്നെ വല്ലതും പ്രയോഗിച്ചാൽ അപ്രിയമില്ലാതാകും. മല്ലലോചനമാരോടിങ്ങനെ ചേരുന്നവൻ നല്ല സൗഭാഗ്യത്തോടു കൂടുമെന്നറിഞ്ഞാലും. വല്ലഭാസമാഗമക്രീഡയാ മഹോത്സവം ദുർലഭം പലർക്കുമെന്നോർക്ക നീയതൂത്തമ. എന്തിനു പലവിധമിങ്ങനെ പറയുന്നു? മുന്തിരിങ്ങ തൻ ഫലമാസ്വദിക്കുന്ന പോലെ സന്തതം മൃദുത്വമെന്നുള്ളതും ത്യജിക്കാതെ പന്തണി മുലമാരെ കൊണ്ടനുഭവിക്കേണം. ഇങ്ങനെ കലാവതി ചൊന്നതു കൈക്കൊണ്ടീല. തിങ്ങിന മനോഭവാക്രാന്തനാം കാന്തൻ നൃപൻ സത്വരമണഞ്ഞവൻ കൈപിടിച്ചടുപ്പിച്ചങ്ങുത്തമ സ്ത്രീരത്നത്തെ പുണർന്നോരനന്തരം കത്തും വഹ്നിയിലിട്ടു തപിച്ച ദേഹം പോലെ മത്തകാശിനിയുടെ ഗാത്രമെത്രയുമുഷ്ണം ചുട്ടെരിഞ്ഞിതു നൃപൻ തന്നെ ശരീരവും വിട്ടുപോന്നകലെ നിന്നിങ്ങനെ ചൊല്ലിയിടിനാൻ. എന്തടോ നിന്റെ ദേഹം ചുട്ടിരിക്കുന്നതെന്തിനവകാശം? ബന്ധുരാങ്കനെ ചൊൽക. പൂർണ്ണചന്ദ്രങ്ങൾ നിന്നിങ്ങാതപം ജ്വലിച്ചിതോ? ചൂർണശേഷമാം നിന്റെ വിഗ്രഹം നിന്നെ തൊട്ടാൽ ചന്ദനം തന്നിൽ നിന്നു വഹ്നി എന്നതുപോലെ ചൂടിനെന്തടോ ബന്ധം സുന്ദരി നിങ്കൽ നിന്ന് എന്നതു കേട്ടു മന്ദഹാസവും തൂകി തൂകി സുന്ദരി കലാവതി മെല്ലവേ ചൊല്ലിയിടിനാൾ. ഭൂപതേ ധരിക്ക നീ എന്നുടെ ചെറുപ്പത്തിൽ താപസ ശിരോമണി ദുർവാസാവൊരു ദിനം മൽഗൃഹേ എഴുന്നള്ളി മാമുനി കനീവോടെ സൽഗുരു മഹാമന്ത്രമോദിനാൻ പഞ്ചാക്ഷരം. അന്നു തൊട്ടിളകാതെ ഞാനിതു ജപിക്കുന്നു. ചന്ദ്രശേഖര പ്രസാദത്തിനു പാത്രമായേൻ താപസവരിഷ്ടമാം മന്ത്രസേവനം കൊണ്ടും പാപമുള്ളവർക്കെന്നെ സ്പർശിക്കാനെളുതല്ല. പാപികളുടെ ദേഹം ഭസ്മമാമെന്നെ തൊട്ടാൽ പാപമുള്ളവർ ഭവാനെന്നിപ്പോൾ ബോധം വന്നു. ഭൂപതി ജനങ്ങൾക്കു ഭൂപരിരക്ഷ മൂലം പാപങ്ങളകപ്പെടുമെന്നു പലതരം രാജസപ്രവൃത്തികൾ രാജവേ രാജാക്കന്മാർ. വ്യാജവും പരദ്രോഹം കാമക്രോധാദികളും പ്രാഭവം നടിക്കയാലുണ്ടാകും ദിനേ ദിനെ. ക്രോധവും ദമ്പസ്തംഭ പ്രൗഢിയും ജളത്വവും സ്നാനവും ശൗചങ്ങളും നാസ്തിയാം നൃപന്മാർക്കു പാനവും പരുഷമാം ഭാവവും വളർന്നിടും. വേശ്യമാരോടും കൂടി സർവദാ രമിക്കയാ. ഈശ്വരധ്യാനത്തിനും പാത്രമല്ലൊരിക്കലും സാധുനിന്ദയും പിന്നെ സാഹസങ്ങളും ചെയ്തു ബോധമില്ലാതെ മേവും ദേവദൂഷണന്മാരാം മന്നവന്മാരിൽ ചെന്നു കുന്നിച്ചുകൂടിയിടുന്നു മന്നിടം തന്നിലുള്ള ദുഷ്കൃത പ്രപഞ്ചങ്ങൾ. മൂഢത പെരുത്തുള്ള വേശ്യനാരിമാരോടെ ഗൂഢസമ്പർക്കം കൊണ്ടു വന്നിതു ദുരിതങ്ങൾ. ഗൂഢദുർമദനായ ഭൂപതേ ഭവാനെന്നെ ഗാഢമായി പുണരുവാനിക്കാലം മോഹിക്കേണ്ട എന്നതു കൊണ്ടു ഭവാൻ നല്ലൊരു ഗുരുവിനെ ചെന്നു സേവിച്ചു മന്ത്രസംഗ്രഹം ചെയ്തിടുക. മുഖ്യമാം പഞ്ചാക്ഷരം കൊണ്ടു നീ മഹാഗുണ മുഖ്യനായി വാഴും നാഥാ പാതകങ്ങളും തീരും.